ക്ഷേത്രത്തിലെ അമൂല്യ സ്വത്ത് അലക്ഷ്യമായി കൈകാര്യം ചെയ്തു എന്ന ആക്ഷേപം ശരിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് അടക്കം കേൾക്കേണ്ടി വന്ന ഒരു സംഭവമായിരുന്നു. അത് തൃപ്പൂണിത്തുറ അമ്പലത്തിലെ സ്വർണ്ണ നെറ്റിപ്പട്ടം ഉരുക്കലാണ്. അതായത് പുതിയത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ പുരാവസ്തു മൂല്യമുള്ള തലയെക്കെട്ട് ഉരുക്കിയതാണ് 2016 വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. എന്നാലോ കോടതി വ്യവഹാരങ്ങളിൽ ഒരു തിരിച്ചടിയും തങ്ങൾ കേറ്റില്ലെന്ന് ബോർഡിനൊപ്പം അന്നുണ്ടായിരുന്ന സേവാ സംഘം പറയുമ്പോൾ ദേവസ്വം നടപടികളിൽ ഹൈക്കോടതി രേഖപ്പെടുത്തിയ അതൃപ്തി ഉയർത്തി ഇന്നും നിയമ പോരാട്ടത്തിലാണ് ഇതിന്റെ പരാതിക്കാർ. പണ്ട് രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ 15 ആനകൾക്കും സ്വർണ്ണ നെറ്റിപ്പട്ടം അഥവാ തലയെക്കെട്ട് ഉണ്ടായിരുന്നു. അതിൽ 14 ഷൊർണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് തീവണ്ടിപ്പാത എത്തുന്നതിൻ്റെ ഭാഗമായി അന്നത്തെ രാജഭരണാധികാരികൾ കൈമാറി എന്നത് ചരിത്രം. ബാക്കി വന്ന ഒരെണ്ണമാണ് ഭഗവാന്റെ തിടമ്പേറ്റുന്ന ആനയ്ക്കായി ഉണ്ടായിരുന്നത്. ആ പുരാവസ്തു മൂല്യമുള്ള സ്വർണ്ണ നെറ്റിപ്പട്ടം പുതിയത് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുക്കിയ നടപടിയാണ് വൻ വിവാദമായി കത്തിപ്പടർന്നത്. പഴയ തലയെക്കെട്ട് വലിയ ആനകൾക്ക് ചേരില്ലെന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ നിരത്തിയായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെറ്റിപ്പട്ടം ഒരുക്കി പുതിയത് പണിയാനുള്ള തീരുമാനം. ക്ഷേത്രഭരണം നടത്തുന്ന ദേവസ്വം ബോർഡും ഉത്സവ കാര്യങ്ങളിലും മറ്റും മേൽനോട്ടമുണ്ടായിരുന്ന സേവാ സംഘവുമാണ് ഇതിനായി നിലകൊണ്ടത്. ഇതോടെ പ്രതിഷേധം വ്യാപകമാവുകയും വിഷയം കോടതി കയറുകയും ചെയ്തു. 2016 മാർച്ച് 11 നെറ്റിപ്പട്ടം പൊളിച്ച് ഏപ്രിൽ 2 ഒരുക്കിയെന്നാണ് അന്ന് ബോധ്യമായത്. ജോലികൾ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയെന്ന് ബോർഡും മറ്റും ചൂണ്ടിക്കാട്ടുമ്പോൾ ഉത്തരവിലെ വാചകങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് ഒരുക്കിയെന്ന് പരാതിക്കാരും ആരോപിച്ചു. പിന്നീട് കേസ് സുപ്രീം കോടതിയിൽ. വിഷയത്തിൽ തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചെങ്കിലും നെറ്റിപ്പട്ടം ഒരുക്കിക്കഴിഞ്ഞതിനാൽ പുതിയ സ്വർണ്ണത്തലയെക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ തുടർന്ന് കേസ് പരിഗണിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. എന്നാൽ അതേസമയം തന്നെ ദേവസ്വം ബോർഡിന്റെ നടപടിയെ കോടതി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പൗരാണിക പ്രാധാന്യമുള്ള പഴയ സ്വർണ്ണത്തലയെക്കെട്ട് പൊളിച്ചുരുക്കിയത് ധൃതി പിടിച്ചാണെന്ന് അന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. രാജഭരണകാലത്ത് നിർമ്മിച്ച മൂല്യമുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നും അല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയാകുമെന്നും കോടതി പറഞ്ഞു. ഉരുക്കിപ്പോയതിനാൽ അവയുടെ പ്രാധാന്യം പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ക്ഷേത്രത്തിന് നഷ്ടം വരണമെന്ന ഉദ്ദേശം ഉണ്ടായെന്ന് പറയുന്നില്ലെങ്കിലും പൗരാണിക പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് വേണം ഭാവി തീരുമാനങ്ങളെന്നും കോടതി അഭിപ്രായപ്പെട്ടു. സംഭവം കഴിഞ്ഞുപോയതിനാൽ ഹർജി സുപ്രീം കോടതി തള്ളിയെങ്കിലും നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാമെന്ന് രാജകുടുംബത്തോട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മറ്റൊരപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അവർ. 15 തലയെക്കെട്ട് ഉണ്ടായിരുന്നതിൻ്റെ ബാക്കിപത്രമായി ഇവിടെ ഉണ്ടായിരുന്ന ഏക തലയെക്കെട്ട് നിഷ്കരുണം അത് ഉരുക്കി എന്ന് പറഞ്ഞാൽ അതിൽ ഈ ബാക്കി തലക്കെട്ടുമാരില്ല, അതിൽ 2 രത്നങ്ങളുണ്ട്, പിന്നെ ശംഖചക്രമൊക്കെ ഉണ്ട്. ആനയ്ക്ക് തലയിൽ കെട്ടുമ്പോൾ അത് ചെറുതാണെന്നുള്ളതാണ് അവരുടെ ഒരു ഭാഷ്യം. ഇവിടെ കില്ലാടി ആനകളൊക്കെ വന്നിട്ട് എഴുന്നള്ളിച്ച് പോയേക്കണതാണ്. അന്ന് ആർക്കും ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്തോ ഒരു പ്രശ്നം പറഞ്ഞത്, ഇത് നമുക്ക് പൊളിക്കണം, പൊളിച്ച് വേറെ ഉണ്ടാക്കണമെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാജകുടുംബം പറഞ്ഞു, നിങ്ങളത് കേടുവരുത്തല്ലേ, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഉണ്ടാക്കിക്കോളൂ, അതിൻ്റെ ഫുൾ പൈസ ഞങ്ങൾ സ്വർണം തരാം എന്ന് പറഞ്ഞ് വേറെ ഒരു ഓഫർ കൊടുത്താൽ ആരെ കെട്ടിക്കാനുള്ള അല്ല പ്രശ്നം, ഈ ഇവിടെ ഒരു പുരാവസ്തു മൂല്യമുള്ളത് പൊളിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള മനസ്ഥിതിയുള്ള ദേവസ്വം ബോർഡ് വരുമ്പോൾ നമ്മളെന്താ പറയുക, ഇത് തന്നെയല്ലേ അവിടെ നടക്കണേ. പക്ഷേ ആക്ഷേപങ്ങളെല്ലാം തള്ളുകയാണ് അന്ന് ദേവസ്വം ബോർഡിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന സേവാ സംഘം. കാലപ്പഴക്കം ചെന്നതിനാലാണ് നെറ്റിപ്പട്ടം ഒരുക്കിയത്. ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല. കോടതി നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ നടന്നതെന്നും അവർ പറയുന്നു. ഈ സ്വർണ്ണത്തലക്കെട്ട് പുതുക്കിപ്പെടുന്നത് ഞങ്ങൾ സേവാ സംഘമല്ല, ദേവസ്വം ബോർഡാണ്. അവിടെ ഉപദേശക സമിതി എന്നുള്ള മട്ടിൽ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഒരു ഒബ്സർവറെ വച്ചിട്ടുണ്ട്. ഇതിന് അങ്ങനെ എല്ലാ ഓർഡറുകളും കിട്ടിയിട്ടാണ് അങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വർണം മതിയായില്ല പണിയാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റോക്കിലുള്ളത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്താലേ ശരി പണിയാൻ പറ്റുള്ളൂ എന്നുള്ളത് വന്നപ്പോൾ നമ്മൾ നാച്ചുറലി സപ്പോർട്ട് ചെയ്തു. അവർ സ്വർണം തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എഴുതി തരാൻ പറഞ്ഞിട്ട് എഴുതുന്നില്ല. പുരാവസ്തു മൂല്യം എന്ന് പറഞ്ഞാൽ 100 കൊല്ലം പുരാവസ്തു ആയിരിക്കണം, അത് ഉപയോഗിക്കാത്തായിരിക്കും, ഇപ്പോൾ ഒരു ആൾട്രേഷൻ വരുത്താത്തായിരിക്കണം. ഇത് 3-4 കൊല്ലം 3-4 തവണ ആൾട്ടർ ചെയ്തിട്ടുണ്ട് കേടുവന്നിട്ട്. നെറ്റിപ്പട്ട വിവാദം കത്തിക്കയറിയ ഘട്ടത്തിൽ ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പിടികളുടെ കണക്കെടുക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് സുപ്രീം കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം നടന്ന നടപടികളിൽ ദേവസ്വം ബോർഡ് കൃത്യമായ കണക്കുകൾ നൽകിയില്ലെന്നും പരാതികൾ വന്നു. പരാതികൾ, നിയമ പോരാട്ടങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ,
ഏറെ സങ്കീർണമായിരുന്നു അന്നത്തെ കാര്യങ്ങൾ. ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയ്ക്കൊപ്പം മറ്റ് ഒരുപാട് കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കലുഷിതമാകാതെ പരാതിരഹിതമാകണം തീരുമാനങ്ങൾ. ക്യാമറാമാൻമാരായ ബിനു പാവയ്ക്കും നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.